കണ്ടില്ലേ ചാവാനായിട്ട്. എടാ കണ്ടില്ലേ ഞാൻ ആരാണെന്ന് വിചാരിച്ചു? 15 പേര് അടിച്ചെന്റെ കാലൊടിക്കും. തല്ലി കൊല്ലണവനെ. എവിടെയാണ് എന്റെ കാശ്? എവിടെയാണ് എന്റെ കാശ്? എവിടെയാണ് എന്റെ കാശ്? എനിക്ക് അറിഞ്ഞൂടാ സാർ, എന്നെ വിശ്വസിക്കുന്ന എവിടെയാണ് എന്റെ കാശ്? സാറിന്റെ പൈസ ഞാൻ എടുത്തിട്ടില്ല സാർ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. പിന്നെന്തിനാണ് എന്റെ നമ്പർ കണ്ട് പേടിച്ചത്? പറയാ സാർ. സാർ നിങ്ങളുടെ നമ്പറിലേക്ക് വരുന്ന എല്ലാ മെസ്സേജും ഞാനാണ് സാർ ബ്ലോക്ക് ചെയ്തത്. എങ്ങനെയാടാ ബ്ലോക്ക് ചെയ്തത്? ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചാണ് സാർ അതെല്ലാം ചെയ്യുന്നത്. ഡാർക്ക് നെറ്റോ എന്ന് വെച്ചാ? നമ്മുടെ ഇന്റർനെറ്റ് സാധാരണയായി ഇല്ലീഗലായി യൂസ് ചെയ്യാൻ പറ്റില്ല സാർ. എന്നാൽ ഡാർക്ക് നെറ്റിൽ അങ്ങനെ ചെയ്യാനാവും. അതിൽ ടോർ എന്നൊരു ബ്രൗസർ ഉണ്ട് സാർ. ദ ഓണിയൻ റിംഗ്. ഉള്ളിൽ പോലിരിക്കും. പൊളിച്ച് അകത്ത് ചെല്ലുമ്പോ അതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ട്രാക്ക് ചെയ്താലും കണ്ടുപിടിക്കാനാവില്ല സാർ. ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ മൊത്തം കേന്ദ്രമാണ് സാർ ഈ ഡാർക്ക് നെറ്റ്. ബ്ലാക്ക് മാർക്കറ്റ് വെപ്പൺ, ചൈൽഡ് ട്രാഫിക്, ടെററിസം, ഡ്രഗ്സ്, സിനിമാ പൈറസി പോലെ ഇതിൽ നിന്നാണ് സാർ വരുന്നത്. ആരാടാ ഇതെല്ലാം ചെയ്യുന്നത്? അതാരാണെന്ന് എനിക്കറിയില്ല സാർ. ഒരു യൂസർ ഐ ഡിയിൽ നിന്ന് ഫോൺ നമ്പർ വരും. ഫസ്റ്റ് ഞാനത് ഹാക്ക് ചെയ്യും സാർ. അതിലുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ എടുക്കും. നിങ്ങളുടെ കോൺവെർസേഷൻ, നിങ്ങളുടെ SMS, അതിലുള്ള OTP എല്ലാം എനിക്ക് കിട്ടും. അത് കഴിഞ്ഞ് അവരെനിക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റ് മുതൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വരുന്ന എല്ലാ SMS-ഉം ഞാൻ ബ്ലോക്ക് ചെയ്യും സാർ. ആ സമയത്താണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന ഫോൺ കോളുകൾ, സേവ് ചെയ്യുന്ന വീഡിയോസ്, പേഴ്സണൽ ഫോട്ടോസ് എല്ലാം ഞാൻ എടുത്തു കൊടുക്കും സാർ. അതിനയാൾ വലിയൊരു തുക പ്രതിഫലം തരും. ആരുടെ ആ യൂസർ ഐ ഡി? യൂസർ നെയിം വൈറ്റ് ഡെവിൾ സാർ. നമ്മളെ കൊണ്ട് അയാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ. ഡിജിറ്റൽ വേൾഡിന്റെ ഡോണാണ് സാർ. ഭയം. ചെറിയ പ്രായത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും ഊട്ടുന്ന ചോറിന്റെ കൂടെ അധികമായി ഊട്ടുന്ന വികാരമാണ് ഭയം. ഒറ്റക്കണ്ണം വരും, പൂച്ചാണ്ട് വരും, കഴിക്കുമോനെ, അങ്ങനെ പറഞ്ഞു തരുന്ന ഫോൾസ് ഇൻഫർമേഷൻ കേട്ട് ഭയന്ന് വളരും. സോ ഇൻഫർമേഷൻ ഈസ് പവർ. 1969
നാസ ചന്ദ്രനിലേക്ക് റോക്കറ്റ് അയക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറിനേക്കാൾ ഇന്ന് നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ കോടി മടങ്ങ് പവർഫുൾ ആണ്. യു ആർ ഓൾ ലിവിംഗ് ഇൻ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈംസ്. ഇറ്റ്സ് ദ ഇൻഫർമേഷൻ ഏജ്. ഇതിനു മുമ്പേ നടന്നിട്ടുള്ള യുദ്ധങ്ങളെല്ലാം വെപ്പൺ വാർ, അത് കഴിഞ്ഞ് ബയോ വാർ, ഇപ്പോ സൈബർ വാർ. ഡാറ്റ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയുന്നവർക്ക് അത് ഇൻഫർമേഷൻ മാത്രമല്ല, ആയുധം. അവർ വിചാരിച്ചാൽ ആരുടെ വാല്യൂ വേണമെങ്കിലും താഴ്ത്താം. ഇറ്റ്സ് ഓൾ ദ മാറ്റർ ഓഫ് ടൈം. ആരുടെ വാല്യൂ വേണമെങ്കിലും ഉയർത്താം. ഡു യു എഗ്രി സർ? പേടിച്ചോടുവതെന്തിനു നാം? നിന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഞാൻ നോക്കാലോ. പല ചിന്തകൾ വിതറും കഥകൾ പറഞ്ഞു എടാ ATM പോയി എടുക്കണേടാ പെട്ടെന്ന്. ഞാൻ പോകുന്നുണ്ടേ. പിറവി മുതൽ പല തെറ്റുകളും ചെയ്ത് 20 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. കൊടും ക്രൂരതയ്ക്ക് ഇരയായി മറയും. എടി നിന്റെ വീഡിയോ ഒന്ന് വാട്സാപ്പ് അയച്ചാടി. കാണാൻ പോയി. അത്തരമൊരു ജീവിതമാവരുതെന്ന് മഹാകവി പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. അപ്ഡേറ്റ് യുവർ സെൽഫ്. ഇൻഫർമേഷൻ ഈസ് വെൽത്ത്. ഗുഡ് ലക്ക്. ജയ് ഹിന്ദ്. ഏയ്, എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിനക്കെങ്ങനെ അറിയാം? അത് മാത്രമല്ല സർ, നിങ്ങളുടെ ഓഫ് ഷോർ അക്കൗണ്ട്സ് 600 crores ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാവാതെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. ആ 600 കോടി രൂപയും ഞാൻ എടുത്തു തരാം, ഒരു പൈസ പോലും കുറയാതെ. വാട്ട് നോൺസെൻസ്! അതിൽ നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല, എത്ര ഇന്റർനാഷണൽ ഏജൻസികൾ ഇൻവോൾവ് ആണെന്ന് അറിയാമോ? നോ നോ, ദാറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. ഐ വിൽ ടേക്ക് കെയർ. പകരം നീ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇൻഫർമേഷൻ. നിങ്ങളുടെ കൺട്രോളിലിരിക്കുന്ന മുഴുവൻ സാറ്റലൈറ്റ് ലിങ്ക് കോഡ്സും എനിക്ക് വേണം. വാട്ട്? അപ്ലിങ്ക് കോഡ്? നിനക്കെന്തിനാ അത്? 1000 കണ്ണുള്ളവൻ. എന്റെ കൺമുന്നിലൂടെ അല്ലാതെ ഒരു ഡേറ്റ പോലും പുറത്തു പോരുത്. എന്താ തമാശ പറയാണോ? അതിന് എത്ര വലിയ സെർവർ ഫാം വേണമെന്ന് അറിയാമോ? എനിക്ക് 2 ഏക്കർ സെർവർ ഫാം ഉണ്ട്. വാട്ട്? 2 acres? ഗവൺമെന്റ് അറിയാതെ? ഗവൺമെന്റ് അറിയാതെ തന്നെ 600 കോടി സൂക്ഷിച്ചില്ലേ? അതുപോലെ തന്നെയാ. സേ യെസ് ഓർ നോ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഫോർ മീ സർ. യെസ്. God bless you. See you soon. വിളിച്ചു കേട്ട് എത്ര പേരുടെ ജീവിതം നീ നശിപ്പിച്ചു കളഞ്ഞതാ. ഇവന്റെ പേര് ശിവകുമാർ. ഇനി ഇവന്റെ പണം അവർ അടിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോൺ വിളിച്ച അയാളോട് കാര്യം പറയാം. ഇവനെ വിളിച്ച് പറയുന്നതല്ല പ്രധാനം, ഇവനെ ഫോളോ ചെയ്ത് ഇതിനെല്ലാം കാരണക്കാരനായ വൈറ്റ് ഡെവിളിനെ പിടിക്കണം. അതെങ്ങനെ സാധിക്കും? ശിവകുമാർ 1 കോടി രൂപയുടെ ലോണിനാണ് അപേക്ഷിച്ചിട്ടുള്ളത്. സോ എമൗണ്ട് വലുതായതുകൊണ്ട് വൈറ്റ് ഡെവിൾ നേരിട്ട് ഇതിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ഈ നമ്പർ വെച്ച് ശിവകുമാറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇനി 2 ദിവസത്തിനുള്ളിൽ ശിവകുമാറിന്റെ പണം അവർ തട്ടിയെടുക്കും. ഇന്നവൻ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങിക്കും. ഇന്ന് അവനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ഡെവിളിനെ പിടിക്കാൻ പറ്റും. പാവം ശിവകുമാർ. അയാളെ കോടാനും പറ്റില്ല, ഒളിക്കാനും പറ്റില്ല. ഐ ആം വാച്ചിങ്. മിണ്ടാതിരിക്കും മാമ. മേജർ, അയാൾ വണ്ടി എടുത്തു. ഓല ക്യാബ്, വൈറ്റ് കാർ, വണ്ടി നമ്പർ TN85C211. കോപ്പി ദാറ്റ്. എന്തോ നടന്നു സീനിൽ കാണുന്നില്ലേ? കീന്ന് വെച്ചോണ്ടിരിക്കാതെ. ചേട്ടാ, ഇവിടെ പോലീസുകാരില്ലല്ലോ, ഒന്ന് മാറി നിൽക്ക് പ്ലീസ്. പോലീസ് ഇല്ലെങ്കിൽ എന്താ? ക്യാമറ ഇല്ലേ? നീ വണ്ടി ഓടിച്ചിട്ട് അങ്ങ് പോവും. അവര് ക്യാമറയിൽ നമ്പർ നോക്കി എനിക്ക് ഫൈൻ അടിച്ചു തരും. മേജർ സഞ്ജയ് ലാൽ, കൈയെടുക്കടാ. ആൽബർട്ട്, ശിവകുമാറിന്റെ ഫോൺ നമ്പർ ഇപ്പോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ടവറിൽ കാണിക്കുകയാണ്.